ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മൈതാനത്ത് പുതിയതായി നിർമ്മിക്കുന്ന ചിറപ്പുപന്തൽ, പിൽഗ്രിം ഷെൽട്ടർ എന്നിവയ്ക്ക് നഗരസഭയുടെ NOC ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മുഖ്യ അജണ്ടയായി ഏറ്റുമാനൂർ നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു. BJP കൗൺസിലർമാർ 7 പേരും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടു. LDF കൗൺസിലർമാർ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അനുമതി നൽകാമെന്ന നിലപാടും സ്വീകരിച്ചു. മുൻ കൗൺസിലറും സ്വതന്ത്രനും UDF പ്രതിനിധിയും വിശദമായ പഠനത്തിന് ശേഷം കൗൺസിലിന് മുന്നിൽ വയ്ക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിലവിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചിറപ്പ് മണ്ഡപം, പിൽഗ്രിം ഷെൽട്ടർ എന്നിവ നിർമ്മാണം നിയമയുദ്ധത്തിലാണ്. നിർമ്മാണങ്ങൾ സംബന്ധിച്ച് നഗരസഭയുടെ അനുമതി ലഭ്യമാകുന്നതിനു വേണ്ടിയാണ് ചെയർമാന്റെ അധ്യക്ഷതയിൽ കൗൺസിൽ യോഗം ചേർന്നത്. യോഗത്തിൽ വിഷയം സംബന്ധിച്ച് ചർച്ച ഉയരുകയും BJPയുടെ കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നിർമ്മാണത്തെ എതിർക്കുകയും ചെയ്തു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ 2 വശങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരുടെയും ഒരു ഭക്തജനങ്ങളുടെയോ അതുപോലെ തന്നെ അവിടുത്തെയോ പോലും അറിയാതെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. അപ്പോൾ ഭക്തജനങ്ങളെ ഇതിനെതിരായതുകൊണ്ട് ഇതിനാണ് കാരണം 2 കാര്യങ്ങളുണ്ട്. ദേവപ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അവിടെ വെച്ചാരാധന ക്ഷേത്രം അതിന്റെ പുറത്ത് പാടില്ലെന്നും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഭക്തജനങ്ങൾ ഇതിനെ എതിർത്തത്. ഈ എതിർച്ച പ്രകാരം കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് ഇത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ NOC ലഭിക്കുകയാണെങ്കിൽ നടത്തിക്കോട്ടെ എന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത്. LDFന്റെ 2 കൗൺസിലർമാർ കോടതി ഉത്തരവ് പ്രകാരം നിരാക്ഷേപ പത്രം നൽകാമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷനെതിരായിട്ടാണ് ചിലർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറുടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ഉന്നയിച്ചു. ഹൈക്കോടതി ഒന്നും പരിഗണിച്ചില്ല. ഹൈക്കോടതി പറഞ്ഞത് നിയമപ്രകാരം ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഇതിന് അനുമതി കൊടുക്കാമെങ്കിൽ കൊടുത്ത് പറ്റണമെന്ന്. ഇതിനെതിരെ സ്വതന്ത്ര കൗൺസിലറും UDF പ്രതിനിധിയും രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ കേസ് പോയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി അത് നമ്മുടെ പെർമിറ്റ് NOC ഉണ്ട് ചെയ്തോളാൻ പറയുമ്പോൾ ഹൈക്കോടതി സാധാരണ നിയമമുണ്ട്. ഹൈക്കോടതി ചെയ്തു. നമ്മുടെ അവകാശമാണ്, നമ്മുടെ നഗരസഭയുടെയാണ് NOC കൊടുക്കേണ്ട ഉത്തരവാദിത്വം. അതുകൊണ്ട് ഹൈക്കോടതി നമ്മുടെ തലയിൽ കിട്ടും. അതിന് നമ്മൾ NOC കൊടുക്കണമെങ്കിൽ മതപരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഭാഗീയതയോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിനുള്ള നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും ഉപാധ്യക്ഷയും നഗരസഭ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥ തല സംഘവും സ്ഥലം സന്ദർശിച്ചു. തർക്കകാര്യങ്ങൾ കേൾക്കാനും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അടുത്ത കൗൺസിലിൽ നൽകുവാനും ധാരണയായി. BJPയുടെ കൗൺസിലർമാരായ രശ്മി ശ്യാമും വേണുഗോപാലൻ നായരും ഭക്തജനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എതിർപ്പാണെന്ന് യോഗത്തിൽ ഉന്നയിച്ചു. എന്നാൽ ഭക്തജനങ്ങളുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കേണ്ടതില്ലെന്ന നിർദ്ദേശവുമായി LDF കൗൺസിലർ ES ബിജുവും അഡ്വക്കേറ്റ് ജയപ്രകാശും രംഗത്തു വന്നു. ഇതൊരു വാർഡിന് ഒരു പ്രത്യേക ഇഷ്യൂ അല്ല. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ NOC ആവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ നടപ്പിലാക്കുക. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് സെക്രട്ടറി ആ കാര്യങ്ങൾ ഈ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യുക. ഇതല്ലേ ശരിയായ കാര്യം. UDF അംഗങ്ങളായ സിബി ചിറയിലും പ്രിയ സജീവും യോഗത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.